അപ്പച്ചൻ മരിച്ചത് 2004 മെയ് 14. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പച്ചൻ രണ്ടാമത് വിവാഹം കഴിച്ചു വന്നു. അന്നത്തേക്ക് ആ ഒത്തൊരുമയൊക്കെ ഭയങ്കരമായിരുന്നു എല്ലാ വീടുകളിലും. അപ്പൊ ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ ബാല്യം. ഇതൊക്കെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്നവർക്കും അതെ, മനസ്സുകൊണ്ട് അമ്മമാരായവർക്കും. അതെ. അങ്ങനെയൊന്നുമല്ല, എന്റെ ചായ അങ്ങനെയൊന്നുമല്ല. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇത് എവിടെയാണ് ഡ്രസ്സൊക്കെ മാറി പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പള്ളിയിലേക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ന് അമ്മയുടെ ഇടവക പള്ളിയിലേക്കാണ് പോണേ കേട്ടോ. അവിടെ ഒരു വിശേഷം ഉണ്ട്. വെയിലത്തൊന്നും അമ്മ ഇച്ചിരി മാറിയിരുന്നു. വെയിലൊന്നുമില്ല, വണ്ടി പോകുമ്പോ പൊക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ എനിക്ക് ഇഷ്ടമില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് അങ്ങ് ഇരിക്കുക. ഇന്ന് എങ്ങോട്ടാ നമ്മള് പോണേ? ഇന്ന് പോണത് എൻ്റെ ഇടവകപ്പള്ളി വെടയാപ്പറമ്പ്. കാരണം അതിനൊരു കാരണമുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ആണ്ടാ ഇന്ന്. മെയ് 14 ഡേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏപ്രിൽ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആലോചിച്ച് പറഞ്ഞ കേട്ടോ, അത് മിസ്റ്റേക്ക് പറ്റിയതാ. മെയ് 8 9 ഏപ്രിൽ ഇന്ന് പറഞ്ഞായിരുന്നു, അത് തെറ്റായി പോയി. മെയ് 14 പക്ഷെ 10 തീയതി സൺഡേ ആണ് കുർബാന ചെല്ലിക്കണത്. അപ്പൊ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ പോരണത്. അപ്പം അപ്പച്ചൻ മരിച്ചത് 2004 മെയ് 14. അമ്മച്ചി 77 1977 ഒക്ടോബർ 30. അമ്മച്ചി മരിച്ചിട്ട് 27 വർഷത്തോളം അപ്പച്ചൻ ജീവിച്ചിരുന്ന. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 30 വീഡിയോ പണ്ട് ചോദിച്ചതാ, 3-4 കൊല്ലം മുമ്പ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പച്ചൻ രണ്ടാമത് വിവാഹം കഴിച്ചു വന്നു. അപ്പച്ചൻ രണ്ടാമത് വിവാഹം കഴിച്ചില്ല. ഞങ്ങളുടെ ഗ്രാൻഡ് മദർ തറവാട്ടിലേളെ കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു. പിന്നെ ജോലിക്കൊക്കെ അന്ന് ഇഷ്ടംപോലെ സഹായിക്കാൻ, ഈ കൃഷിവല കുടുംബമായതുകൊണ്ട് എല്ലായിടത്തും ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ, ഞങ്ങളുടെ മകളുണ്ടായി. ഇവിടെ UKG പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പം അത്രയും നാൾ അമ്മ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ. അപ്പം അമ്മ അങ്ങനെ പോന്നിട്ട് ഇവളുടെ ജനനവും കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ്, ഭർത്തൃഭവനത്തിലേക്ക് കൊണ്ടുപോയി ആക്കൂല പ്രസവിച്ച് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടാണ് അമ്മ കുഞ്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോയത്, ഇളയ കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പം സംശയം ഞാൻ ക്ലിയർ ആക്കി തന്നതാട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പ് ആങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം മുമ്പ് അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിൽ അങ്ങനെ ആങ്ങളെയും നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു മോളും അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു മോനും ഉണ്ട്. അവരാണിപ്പോൾ വീട്ടിലുള്ളത്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെ പൊളിച്ച് വേറെ വീട് പണിത് കൂട്ടവരാണ്. അതും പറഞ്ഞേക്കാം. ചിലർ ചോദിച്ചില്ലേ, ജനിച്ച വീട് ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞു. ജനിച്ച വീട് അമ്മ വീട്ടിലാണ് ജനിച്ചത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീട്ടിൽ, പക്ഷെ അതൊക്കെ പൊളിച്ചിട്ട് അവർ പുതിയ വേറെ വീട് വെച്ചു. അങ്ങനെ അവരിപ്പോൾ മോനും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ താമസിക്കണം. മോളെ കല്യാണം കഴിച്ചവൾ വെളിയിലാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യങ്ങളാണ്. ഓക്കെ. എനിക്ക് അപ്പച്ചൻ മരിച്ചത് പിന്നെ 2004 അതായത് 22 കൊല്ലം ആയോളൂ. അമ്മ മരിച്ചതാണ് 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വർഷം? 49 വർഷമാവും ഇപ്പം. അടുത്ത വർഷം 50 വർഷം. അല്ല, ഇത് 49ലേക്ക് വരുക, 26. അടുത്ത വർഷം 27 വരുമ്പോൾ 80 വർഷമാവും. അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സ്നേഹത്തിൻ്റെ ഇതും കൊണ്ട് ഒന്നിച്ചൊക്കെ കഴിഞ്ഞ് ജീവിച്ച് ഓരോരുത്തർ ഓരോ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി അവരവരുടെ കുടുംബങ്ങളായി എന്ന് പറയുക. അന്നത്തേക്ക് ആ ഒത്തൊരുമയൊക്കെ ഭയങ്കരമായിരുന്നു എല്ലാ വീടുകളിലും. നല്ല സമ്പൽ സമൃദ്ധിയും സ്നേഹവും സന്തോഷവും. ഞങ്ങളുടെ ഇച്ചാച്ചന്മാർ മാത്രമല്ല, ഞങ്ങളുടെ അപ്പച്ചൻ്റെ തറവാടുണ്ട് നേരെ താഴെ, സുരേഷ് ചാച്ചൻ്റെ വീടെ. അപ്പം അവിടുത്തെ അമ്മച്ചിയൊക്കെ ആ കൊച്ചമ്മയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും, വാ ഇതിലേ കയറി വാ, ഇതിലേ വന്നേച്ച് വാ. എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് വെക്കുമ്പോൾ കൊച്ചമ്മ വിളിക്കും, ഇതിലേ വാ. മിക്കവാറും ഈ അലുവയൊക്കെയാണ് അങ്ങനെയൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ ഇതിലേ വാ മോളെ എന്നും പറഞ്ഞ് അമ്മാച്ചനെ എന്നെ 2 പേരെയും വിളിക്കും. എന്നിട്ട് ഞങ്ങളവിടെ കയറിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ കൊച്ചമ്മ ഒരുപാട് മന്ത്രിസ്ഥാനങ്ങൾ, അവിടെ 2 ചാച്ചന്മാർ അമ്മാച്ചൻ്റെ പ്രായമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടപഴകി കഴിച്ച് നല്ലൊരു കാലമായിരുന്നു. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ ബാല്യം. പിന്നെ ഇപ്പം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോണു. അങ്ങനെയൊക്കെയുള്ള ബാല്യം.
ഞാൻ പറഞ്ഞത്. അപ്പം വെറുതെ ഇത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഓരോന്നും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ഇന്ന് അപ്പച്ചൻ്റെ കുർബാന ചെല്ലിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പച്ചൻ്റെ ഒരനിയൻ കൊച്ചപ്പൻ്റെ പുറത്ത് താമസിക്കുന്ന കൊച്ചിച്ചാച്ചൻ്റെ മെയ് 16 ഡേറ്റ്, ചാച്ചൻ്റെ കുഞ്ഞുമ്മയുടെ മെയ് 9. അപ്പം ആ 2 പേരുടെയും കൂടെ ഇന്നാ ചെല്ലിക്കണത്. അപ്പം ഇന്ന് 3 പേരുടെ കുർബാന ചെല്ലിക്കലുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഉണ്ട്, കൊച്ചിച്ചാച്ചൻ്റെ ഉണ്ട്, ചാച്ചൻ്റെ കുഞ്ഞുമ്മയുടെ ഉണ്ട്. ഞാൻ കുഞ്ഞുമ്മേന്നാണ് വിളിക്കുന്നത്. അപ്പം 3 പേരുടെ കുർബാന ചെല്ലിക്കലുണ്ടെന്ന് പള്ളിയിൽ ഞങ്ങൾക്ക്. ശരി, അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? എവിടെ നോക്കിയാലും ഇതുപോലെ നല്ല മനോഹരമായ കൃഷികളായിരിക്കും നമ്മൾ കാണുക. അതെല്ലാം ഒരേ വളവായിരിക്കില്ല, പല 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 കൃഷികളായിരിക്കും. വാഴയാണെങ്കിലും കപ്പയാണെങ്കിലും ചേനയാണെങ്കിലും അതുപോലെ പൈനാപ്പിൾ ആണെങ്കിലും. പ്രത്യേകിച്ച് ആ മലഞ്ചെരുവിലുള്ള ആ പൈനാപ്പിൾ തോട്ടമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അല്ലേ. എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഭൂപ്രകൃതിയൊക്കെ കണ്ടു നിന്നപ്പോൾ അമ്മ എന്നോട് പറയായിരുന്നു, വേഗം വാ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയായിരുന്നു. ഞാൻ എവിടെ പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയായിരുന്നു, ഞാൻ ഈ ചെരുപ്പല്ല ഇടാൻ ഉദ്ദേശിച്ച, വേറെ ചെരുപ്പാണ്, മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അതാണ് സാരിയുടെ ഫുൾ വ്യൂ കാണിച്ചില്ലായിരുന്നല്ലോ ഇറങ്ങിയപ്പോൾ രാവിലെ. ഈ ബൈക്കുകൾ 2 വീലേഴ്സ് വെച്ചിരിക്കുന്നുണ്ടോ, നല്ല രസമല്ലേ, നല്ല നിരയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകൾ ഉണ്ടാവില്ല, കാരണം പള്ളിയിൽ ആരാധനയ്ക്ക് കൂടണമല്ലോ. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി. അപ്പം പാർക്ക് ചെയ്തിട്ട് വേഗം വന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിലൊക്കെ കയറി ആരാധനയ്ക്ക് പങ്കുകൊള്ളുവാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. അതിന്റെ കൂടെ ഇതിൽ കണ്ടില്ലേ ചേനയുണ്ടോ എടുത്താലേ ഭംഗിയുള്ളൂ. കാരണം ആ വെയിലിങ്ങനെ സൂര്യരശ്മികൾ ഇവിടെ അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പിന്നെ കൂട്ടുകാരികളെ എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ തിരികെ പോരുള്ളൂ. പിന്നെ ഞാൻ അവിടെ ഈ ക്യാമറയൊക്കെ കയ്യിലുള്ള കാരണം അവിടുത്തെ ഈ ഭൂപ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. കണ്ടോ, വാഴക്കൃഷിയുടെ ഇടയിലുള്ള പയറ് കൃഷി, അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കൃഷികൾ അവർ ഇടവിളകളായിട്ട് നടുന്നുണ്ട്. അതായത് ചീര. പിന്നെ അവിടെ നല്ല അത്യാവശ്യം ഫെർട്ടൈൽ സോയിലൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും കാണാൻ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, നന്നായിട്ട് നോക്കുന്നുമുണ്ട് കണ്ടോ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്ക് ഈ പച്ചപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമയല്ലേ. അപ്പോൾ വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ ബ്രദറിൻ്റെ ഫാമിലിയുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അമ്മയുടെ അപ്പച്ചൻ്റെ അനിയൻ്റെ വീട്ടിൽ, കുഞ്ചാച്ചൻ്റെ വീട്ടിൽ ദേ ഇപ്പോൾ വന്നിരിക്കുന്നതാണിത്. നോചാച്ചനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഏരിയ മൊത്തം നല്ല ഗ്രീനറിയാണ്, നല്ല രസമാണ് അതുകൊണ്ട് കാണാൻ. കുറേ നേരം അവിടെയും വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. നല്ല നീറ്റായിരുന്നു. അയ്യോ, എന്ത് കറക്റ്റായിരുന്നു പുള്ളിയുടെ കാര്യങ്ങൾ. അങ്ങനെ ഒരു മനുഷ്യൻ വളരെ കുറവാണ്. അപ്പോൾ ഓരോരോ മെമ്മറീസൊക്കെ നമ്മളിങ്ങനെ അയവിറക്കുന്നതാണ് കേട്ടോ. നല്ല രസമല്ലേ ഈ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസകരമാണെന്ന് അമ്മ എപ്പോഴും പറയും. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ പഴയ ഓർമ്മകളൊക്കെ നല്ല ഷാർപ്പ് മെമ്മറി ആട്ടോ. എനിക്കോരോ അത്രയില്ല, ഞാൻ കൂടുതൽ പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കുകയും ഫ്യൂച്ചർ ടെൻസിനെ ഉറ്റുനോക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പം ഇന്ന് മെയ് 10 ഞായറ. ഇന്ന് ഞങ്ങള് പോണ വഴിയൊക്കെ സംസാരിച്ചല്ലോ, നമ്മള് പോയ കാര്യങ്ങൾ. പോയി വീട്ടിൽ ചെന്ന് രാവിലത്തെ പരിപാടി, വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് പഴയ പഴയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷകരമായിട്ട് കൊച്ചപ്പൻ്റെ വീട്ടിലും കയറി പോന്നു. ഇപ്പം മണി 2:30 കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചപ്പൻ്റെ വീട്ടിൽ കൊച്ചപ്പനും കൊച്ചമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേർ പുറത്ത് പോയേക്കുമായിരുന്നു. വേറൊരു ട്രിപ്പ് അവർ പോയേക്കോ, വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് നോബിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞായിരുന്നു അവരുണ്ടാവില്ല എന്നാ. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നുവിട്ട സാധനങ്ങളാണ്. നോബിയുടെ അവിടെ ചെന്നപ്പോൾ കുഞ്ഞമ്മ കപ്പങ്ങാപ്പഴമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നൊന്നും വേണ്ട കുഞ്ഞമ്മയെന്ന് പറഞ്ഞു. ചെറിയ ഇരുന്നേച്ച് പോന്നു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ മോനൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഊട്ടി, കൊടൈക്കനാൽ, അവിടെ എവിടെയൊക്കെയോ. അപ്പോൾ അവർ മോനും വൈഫും കൂടെ, അപ്പോൾ അവർ ഫുൾ ഫാമിലി, അപ്പനും അമ്മയൊക്കെ കൂടെ. അപ്പോൾ അവർ ഊട്ടിയിൽ ഒറ്റ ചെന്നപ്പോൾ മേടിച്ച തേയിലയാണെന്നാണ് പറഞ്ഞത്. ഹോം വുഡ്സ് ഒറിജിനൽ സ്ട്രോങ് ടീ. ഇത് നമുക്ക് പൊട്ടിച്ച് ചായ തിളപ്പിക്കണം. എന്നിട്ട് അഭിപ്രായം ഇതിൽ പറയാം. അന്നേരം അവനോടും പറയാൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വിലയൊന്നും പറയണ്ട. ഇത് അല്ല, ഇതിൽ വില ഇല്ലടി. 1/2 കിലോയാട്ടോ പാക്കറ്റ്. MRP എഴുതിയിട്ടില്ല. മെയ് 2026 മേടിച്ചെന്നുണ്ട് പാക്കിങ്. അപ്പൊ ഇന്ന് മെയ് 10 ആയേക്കണത്. അപ്പൊ ദേ 1, 2,
ഒരു കുപ്പി വൻഡേ. ആ ഇത് സെയിലല്ല കേട്ടോ, ഇത് ആ മോളുടെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ നിന്ന് എനിക്കായിട്ട് ആ കൊച്ചു കൊണ്ടുവന്നതാട്ടോ അത്. അപ്പൊ ഒരു കുപ്പി വൻഡേനാട്ടോ. അതെ. പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ ഹൈബ്രിഡ് കോവയ്ക്ക നാത്തൂനെടുത്ത് വെച്ചിരുന്നത്. വലുതാ, കാണിക്കാണ്ടേ, വണ്ണമുള്ള ടൈപ്പാ. ദേ ഇതിലെടുത്തോ. കോവയ്ക്കയും ചെമ്മീനും കൂടെ വളർത്താൻ ഇങ്ങനത്തെ ഇത്രയും വലിയ കോവയ്ക്ക ഞാൻ കണ്ടിട്ട് പോലും. നേരത്തെ ഒരു പ്രാവശ്യം അവിടെ ഉണ്ടായി കൊണ്ടുവന്നതാ. ഈ വണ്ണമുള്ള ഹൈബ്രിഡും ഉണ്ട്, നീളത്തിലുള്ള ഹൈബ്രിഡും ഉണ്ട്. നാടൻ കോവയ്ക്ക് ഇത്രയുള്ള സാധാരണ വലിപ്പത്തിലുള്ളത്. അപ്പൊ ഇത് അവിടെ ഉണ്ടായതാട്ടോ, നാത്തൂന്റെ കൃഷിയാ. അപ്പോ അത് പിന്നെ ദേ അവിടെ പുള്ളിക്കാരി ഇട്ട് വെച്ചിരുന്ന നേരത്തെ ഒരു ബോട്ടിൽ തന്നു വിട്ടതാണ് അമ്പഴങ്ങ പിക്കിള. നേരത്തെ നമ്മള് കപ്പയുടെ കൂടെ എടുത്തത് ലൗലോലിക്കായിരുന്നു. ലവ്ലോലിക്ക അല്ലേ? അത് ലവ്ലോലിക്ക. ഓ ഇത് അമ്പഴങ്ങ അല്ലേ? അതെ, അമ്പഴങ്ങ പിക്കിള. ഞാൻ പറഞ്ഞ അത് ലൗലോലിക്ക എന്ന് പറഞ്ഞപ്പോ പലർക്കും അത് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇത് ലൗലോലിക്ക, ഇത് അമ്പഴങ്ങ. അമ്പഴങ്ങ. ഓ സൂപ്പർ. നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഉലുവാപ്പൊടിയുടെയും കായപ്പൊടിയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് കൊടുത്തയച്ചത്, അല്ല തന്നു വിട്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി നമ്മുടെ അവസാനിക്കുകയാണ്. ചെറിയ വ്ളോഗ്. അതെ, അത്ര പറയാൻ മാത്രമൊന്നുമില്ല. ഇനിയിപ്പൊ പരിപാടിയൊന്നുമില്ല, വിശ്രമം കഴിഞ്ഞ് വൈകിട്ട് ചായതോത്തണം പരിപാടികൾ, അങ്ങനെ സാധാരണ പരിപാടികളൊക്കെ. ഞാൻ ഇച്ചിരി തേനൊന്നും എടുത്ത് കഴിച്ചു നോക്കിക്കോ. ഊണ് കഴിച്ചപ്പോ എല്ലാവർക്കും നേരത്തെ ഇതിൽ വന്നിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഹാപ്പി മദേഴ്സ് ഡേ. അതെ, ഇന്നത്തെ പ്രത്യേകത അതാണല്ലോ. അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്നവർക്കും, അതെ, മനസ്സുകൊണ്ട് അമ്മമാരായവർക്കും, അതെ, എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നല്ല കൊഴുപ്പും ഇല്ലേ? ഒറിജിനലിൽ എപ്പോഴും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവൂലോ. ചെറു പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്. അത് ശരിക്കും അതിൻ്റെതായ ടേസ്റ്റ് എപ്പോഴും ഒറിജിനലിന് എപ്പോഴും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും. നല്ല പ്യുവർ ഹണി ആയതുകൊണ്ട് അപ്പം തന്നെ ഞാനൊരു ഡാർക്ക് കളർ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ച് കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്ത വെള്ള പ്ലേറ്റ് തന്നെയാണ് അതിന് സ്യൂട്ടബിൾ. അപ്പോൾ അമ്മ പറഞ്ഞത് പഴവും കൂടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കി വെക്കുന്നത്? ആ പഴം അങ്ങ് എടുത്ത് ഞാനങ്ങ് കുഴയ്ക്കാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് ദേ കണ്ടോ, നല്ല രസമായിട്ട് അങ്ങ് തേനങ്ങ് ഒഴിക്കുകയാണ്. സാധാരണ പഴവും പാനിയാണ് കഴിക്കുന്നത്, പക്ഷേ പഴവും തേനും കഴിക്കാൻ കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ എല്ലാം കൂടി ആ പഴം നന്നായിട്ട് കുഴച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇങ്ങനെ തേൻ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വേണം അങ്ങ് കഴിക്കാൻ. ഓ എന്നാ ടേസ്റ്റാണെന്നോ, നല്ല രുചിയായിരുന്നു. ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റ്, തേയില പാക്കറ്റ് പൊട്ടിക്കുക. സ്ട്രോങ് ടീ ആണ്. അവൻ വിളിച്ച് ചോദിച്ചു എടുത്തായിരുന്നോ അമ്മായിന്ന്. അപ്പൊ നമുക്ക് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് അഭിപ്രായം ഞങ്ങളുടെ ഇപ്പൊ തന്നെ മെൻഷൻ ചെയ്യാം. വെള്ളം തകർന്നോണ്ടിരിക്കും. പൊടിച്ചിട്ട് ഇന്നിലിടട്ടെ കേട്ടോ. പണ്ട് ഓർക്കണ്ടോ, ഞാൻ ചായപ്പൊടിയുടെ പാത്രവും കാപ്പിപ്പൊടിയുടെ പാത്രവും കാപ്പിപ്പൊടി മണക്കല് ടിപ്പിക്കൽ നയനക്കുണ്ട്. പണ്ട് ഇവിടെ കോഫിന്ന് എഴുതിയേക്കണ വന്നപ്പോ ചെറുതായിരുന്നപ്പോ നയന എടുത്തത്, ഞാനത് എടുത്തു കഴിഞ്ഞപ്പോ നയനെ അത് മണത്തു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഈ പണിന്ന്. നയനക്ക് ഒരുപാട് എന്റെ സ്വഭാവങ്ങളുണ്ട്. അത് ബിജുവിന്റെ മോള്, ആംഗ്ലയുടെ മോളല്ലേ. അപ്പൊ പിന്നെ കൊറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. പകുതി ഇതിലിടാൻ, പകുതി മറ്റേ കുപ്പിയിലിട്ട്. ഇറാനി ചായ ഉണ്ടാക്കിക്കോ. ഇത് വെച്ച് ഉണ്ടാക്കാം ഒരു ദിവസം. നല്ല സ്ട്രോങ് ആ. ഇടട്ടെ. തേയില കണ്ടോ? പൊടി തേയില കണ്ടു. ഇനി ഇട്ടോ, ചായയല്ലേ. തേക്കട്ടെ കേട്ടോ. ഞാൻ സിമ്മിലാക്കി വെച്ചതാ. പൊടി പൊട്ടിച്ചപ്പോ നന്നായിട്ട് വെള്ളം തിളയ്ക്കണം. സിമ്മിലാക്കിയത് അതുകൊണ്ടാട്ടോ. വെള്ളം ആയി വന്നത്. അഞ്ഞി ഇട്ട് ഇതൊന്ന് പൊടിയൊന്ന് കാണിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ. മറ്റേ പൊടി നമുക്ക് കുപ്പിയിലേക്ക് പകർത്തുകയും ചെയ്യാം. അമ്മയുടെ നല്ല സ്ട്രോങ് ടീ. എനിക്ക് സ്ട്രോങ് വേണം. അല്ലെങ്കിലും നമ്മൾ ഇപ്പൊ ഇവിടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഉപയോഗിക്കുന്ന റിപ്പിളാ. AVT ഉപയോഗിക്കും, റിപ്പിൾ ഉപയോഗിക്കും, കണ്ണദേവൻ ഉപയോഗിക്കും. ഇത് ഇച്ചിരി തരിങ്ങുള്ളതാന്ന് തോന്നുന്നു. അല്ല, വലിയ തരിങ്ങില്ല, എന്നാലും ഇച്ചിരി കളർ ഇച്ചിരി ബ്രൗണിഷ്. അത് ശരിയാ, കളറ് വ്യത്യസ്തതയുണ്ട് മറ്റേ തേയിലെന്ന്. ഇടുവാണേ, ഇത് മതിയായിരിക്കും. 2 കപ്പല്ലേ ഉള്ളൂ. ഇനി പാലൊഴിക്കൂലോ. കളർ അത്ര ആയില്ലല്ലോ. കളർ ആയിട്ടില്ല അതല്ലേ. ഇതിന്റെ കളർ എങ്ങനെയാന്നറിയില്ല. ഏതായാലും ഇട്ട് നോക്കാം നമുക്ക്. ഇങ്ങനെ ഫസ്റ്റ് ടെസ്റ്റിംഗ് അല്ലേ. അതെ.
ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ചായ അങ്ങനെ താത്തിക്കും. ഇതിലേക്കല്ലേ ഒഴിക്കണേ? അങ്ങനെയൊന്നും അല്ല, എന്റെ ചായ അങ്ങനെയൊന്നും അല്ല. ഓഹോ, വലിയ കേമത്തിലാ. കേമത്തിലല്ല, ഞാൻ പാല് സെപ്പറേറ്റ് തിളപ്പിച്ച. ഞാൻ പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കണേ. നിന്റെ വ്യത്യസ്തത അതല്ലേ. ഒരു വീട്ടിൽ തന്നെ 3 പേരുണ്ടെങ്കിൽ 3 തരത്തിലായിരിക്കും ഒരു ചായ തിളപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ എപ്പോഴും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കട്ടൻ ചായ വേണ്ടവർക്ക് അത്. അതെ, കട്ടൻ ചായ ഇത്രയും സ്ട്രോങ് കുടിക്കാൻ പറ്റില്ല. എന്നാ വിവരം അറിയും. ഞാൻ ഇതിൽ കലത്തിലല്ല ഇന്ന് തകർത്തിയത്, അത് കാരണേ കയ്യില് കോരി ഒഴിക്കാം പാല്. ഞാനില്ലേ, അത് പറയാൻ പറഞ്ഞേ നിന്നോട്. നാളെ ഷൈനില് വേസ്റ്റ് ഇത് മേടിക്കാൻ പോയില്ലേ, ബാസ്ക്കറ്റ്. അന്നേരം ഞാൻ ഇങ്ങനത്തെ ഒരു കുഴിയനും കൂടെ മേടിച്ചു. 25 rupees ഒരെണ്ണം. ഇനിയിപ്പോ എന്നാ വേണ്ട? 2 ഈ ചാറുകറി വെക്കുമ്പോഴേ മറ്റേ കുഴിയൻ എനിക്ക് ഇഷ്ടമല്ല ഒഴിക്കാൻ. 2 ചാറുകറി ബൗളിലെടുത്ത് വെക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരൂലേ, അന്നേരം മറ്റേ ഇത് ഒരേപോലെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഇഷ്ടം പോലെ ആ സിറ്റുവേഷൻ വരും. കളർ ചേഞ്ചിങ് നല്ല രസമായത് കാണാനായിട്ട്. എല്ലാത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഓരോന്ന് എടുത്തു പറയുന്നത്. അല്ലാത്തവര് വിചാരിക്കോ ഇതൊക്കെ സ്ഥിരം കാണണല്ലേന്ന് ഓർക്കും. ഞാനും ഓർക്കണ എന്നാന്ന് പറയുമ്പോ ഇതൊക്കെ സ്ഥിരം തകർത്തണല്ലേ, കാണണല്ലേന്ന്. അത് മതിയല്ലോ, കടുപ്പായി. ഇച്ചിരിയോടെ വേണം. അങ്ങനെ കടുപ്പായി കുടിക്കാൻ പറ്റില്ല. മതി. ഇതൊക്കെ ഒരേ രീതികളുണ്ട് ഓരോന്നിനെ. ഇത് മതി. ഇപ്പം സ്ട്രോങ്ങാ. നീ നല്ല പൊള്ളണ ചൂടിൽ അപ്പയ്ക്കങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പയ്ക്ക് ബോധിക്കൂല, ചൂടാറിയെന്ന് പറയും. ചക്ക വറുത്തതും ചായയും. കട്ടൻ ചായ അല്ല കേട്ടോ, കട്ടൻ ചായ കുടിക്കൽ കുറവാ. കട്ടൻ കാപ്പി പിന്നെയും കുടിക്കാം, കട്ടൻ ചായയുടെ വലിയ താല്പര്യമില്ല. അപൂർവം കുടിക്കാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയൂല. നല്ല സ്ട്രോങ് ആട്ടോ, അത് വെള്ളം ചേർത്തിട്ടും അത്യാവശ്യം സ്ട്രോങ് ആ. നല്ല തേയില. ചൂടുണ്ടോ? 2 പ്രാവശ്യം പതപ്പിച്ചാൽ ഇച്ചിരി ചൂടാറിയിട്ടുണ്ട്. ഭാഗമായി അതുകൊണ്ട്.